എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് 3 രീതിയിലുള്ള സ്ലീവ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവാണ് ഇത് കട്ട് ചെയ്യുന്നത്. 3 രീതിയിലുള്ള സ്ലീവ് കട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ അതിൽ കംഫർട്ടായത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. അതിനുശേഷം 1.25 ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് ഇടാം. സ്ലീവ് ലെങ്ത്ത് 7.5 ഇഞ്ച്, ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യത്തുമ്പാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഇതേപോലെ വരയ്ക്കുക. ആം ഹോള് നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 8.25 ഇഞ്ച് കിട്ടും. അതായത് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് അധികം വരും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. ഇത് എന്നിട്ട് ഇങ്ങനെ തന്നെ തിരിച്ചെടുക്കുക. ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വീണ്ടും അതേപോലെ ഒന്നുകൂടെ വരയ്ക്കുക. സ്ലീവ് റൗണ്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് നിവർത്തിയിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി അടുത്തത് കാണിക്കാം. ഇതിലും അതേപോലെ 1.25 ഇഞ്ച് നമുക്ക് സ്ലീവ് മുഖത്തിന് വേണ്ടി മാർക്ക് ചെയ്യാം. അതേപോലെ 7.8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ക്രോസിൽ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് കാണിക്കാം. ഇത് ഇറക്കം ഒരു 11.5 വയ്ക്കാം. 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ അതേപോലെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ സ്ലീവിൽ നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇറക്കമുള്ള സ്ലീവ് ആകുമ്പോൾ ഇതേപോലെ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ അല്പം ബെൻഡായിട്ട് മാർക്ക് ചെയ്യുക. കാരണം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ണം കുറഞ്ഞു വരും. ഇനി ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് ഇവിടെ നിന്ന് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചാൽ മതി. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻട്രലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ 3 രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.